ഹലോ, ഇത് എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസം നമ്മൾ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കസിൻസ് എല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേജ് ചെയ്തത്. ജസ്റ്റ് ഈ ഒരു കർട്ടൻ മാത്രം അവരെ കൊണ്ട് ഇടിയിച്ചിട്ട് ബാക്കി ബോർഡിൽ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. നമ്മൾ വാഴയില കട്ട് ചെയ്തിട്ട് അതിൻ്റെ പീസൊക്കെ വെച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത്. ആദ്യം നമ്മൾ കുറച്ചൊരു ഏരിയയിൽ താമരയിലയോ അല്ലെങ്കിൽ വാഴയിലയോ വെച്ചിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ആ സമയമായപ്പോഴേക്കും നമുക്ക് വാഴയിലൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. അതിനകത്ത് മുറുകിയിരിക്കാനും ഫിറ്റായിട്ടിരിക്കാനൊക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കൂടെ ചെയ്തപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. നൈറ്റ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. വാഴയിലൊക്കെ നനച്ചിട്ടാണ് ചെയ്തത്, കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഫൈനലി ഇതാ ഇങ്ങനെ ഒരു ലുക്കാണ് ഉണ്ടായിരുന്നത്. പച്ച കളർ കാർപ്പറ്റാണ് നമ്മൾ താഴെ വിരിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഒരു 10:30 ആയപ്പോഴത്തേക്കാണ് ചടങ്ങ് തുടങ്ങിയത്. വിളക്കും പിന്നെ പൂർണ്ണകുംഭം പിന്നെ കുപ്പിവള, സ്വീറ്റ്സ്, ചന്ദനം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മന്ത്രകോടി തന്നെയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടൊന്ന് റെഡി ആയിട്ട് പൂവൊക്കെ വെച്ചിട്ട് മന്ത്രകോടി തന്നെയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. മന്ത്രകോടി എനിക്ക് ശരിക്കും അത്ര അതിൻ്റെ ബ്ലൗസൊന്നും എനിക്ക് കറക്റ്റ് ഫിറ്റൊന്നും ആയിരുന്നില്ല. ഞാൻ എക്സ്ട്രാ ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ നമ്മൾ ചടങ്ങ് ആരംഭിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-17 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള 1-2 വീടുകൾ മാത്രമാണ് വിളിച്ചത്. ഇതൊരു ചെറിയ ഫംഗ്ഷനായിരുന്നു കേട്ടോ. ഒരു കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്ന ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഇതിന് ടൈമൊക്കെ ഉണ്ട് ശരിക്കും. ഇത്ര മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് ദക്ഷിണ വെച്ച് ഇറങ്ങണം എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ ടൈം നോക്കിയപ്പോൾ വന്നത് ഒരു 12:30 ആയിരുന്നു. അപ്പോൾ 10:30 സ്റ്റാർട്ട് ചെയ്തു. ജിത്താണ് ആദ്യമായിട്ട് ചന്ദനമൊക്കെ തൊടിയിച്ച് പിന്നെ കുപ്പിവളയൊക്കെ ഇടിയിച്ച് സ്വീറ്റ്സൊക്കെ തന്നത്. മൊത്തത്തിൽ നല്ലൊരു ഹാപ്പി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല രസമായിട്ട് തോന്നി, നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആദ്യം എന്താ കുപ്പിവളയൊക്കെ ഇങ്ങനെ ഇടിയിച്ച് ചടങ്ങൊക്കെ ആരംഭിച്ചു. കുപ്പിവള ഞാൻ കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ മേടിച്ചത്. മറ്റുള്ളവരാണല്ലോ നമുക്കിതൊക്കെ ഇട്ട് തരാം. പിന്നെ അച്ഛനും അമ്മയും കുപ്പിവളയൊക്കെ ഇടിയിച്ച് ചന്ദനമൊക്കെ തൊട്ട് സ്വീറ്റ്സൊക്കെ തന്നു. എല്ലാവരുടെയും ബ്ലെസ്സിങ്സൊക്കെ കിട്ടുന്നൊരു ടൈമാണിത് ശരിക്കും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വളയൊക്കെ ഇടിച്ചു. അമ്മ എനിക്കൊരു ഗോൾഡിൻ്റെ വളയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടി ഇടിച്ച് പിന്നെ ചേച്ചിയും ചേട്ടനും അല്ലിക്കുട്ടനും ഒക്കെ വളയും ഒക്കെ ഇടിച്ചു. പിന്നെ അനിയനും അനിയത്തി വള ഇടിച്ചു, ചന്ദനമൊക്കെ തൊട്ടു. അങ്ങനെ എല്ലാവരും വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെല്ലാവരും തന്നെ ഇങ്ങനെ ഈ ചടങ്ങ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ഒരു 12 മണി വരെ എല്ലാ ചടങ്ങുകളും ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. എന്നിട്ട് പിന്നെ ദക്ഷിണ വെച്ച് ഇറങ്ങുക അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഫോട്ടോസൊന്നും എടുക്കുന്നതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കാരണം നമുക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ അപ്പിയറൻസൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആവുന്ന ടൈമാണല്ലോ. പക്ഷേ ഫോട്ടോസൊക്കെ എടുത്ത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു മഞ്ഞ കളറ് വെന്തിയിൽ ചുമന്ന വെന്തിയൊക്കെ വന്ന് പച്ച കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ കണ്ടമാനം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ശരിക്കും ഈ ഒരു ചടങ്ങ് നടത്തുന്നത് നമ്മൾ 7-ാം മാസത്തിൽ നമുക്ക് നമ്മുടെ മുതിർന്ന ആളുകളുടെയും എല്ലാവരുടെയും വരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടാനാണ്. നമ്മൾ ഒരു ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്, നല്ല ഹാപ്പി ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫ്രണ്ട്സൊക്കെ ആയിട്ടും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുതിർന്ന ആളുകൾക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ എൻ്റെ വീട് വളരെ അടുത്താണ്. ഒരു 1 കിലോമീറ്ററാണ് ജിത്തിൻ്റെ വീടായിട്ട് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ. സോ 12:30 ആയപ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തത്. 12:45 ഉള്ളിലായിട്ടാണ് എൻ്റെ വീട്ടിൽ കയറാനായിട്ട് പറഞ്ഞായിരുന്ന ആ ഒരു സമയം, മുഹൂർത്തം പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്നൊരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി. മൊത്തത്തിൽ നല്ലൊരു കളർഫുൾ പരിപാടിയായിട്ട് തോന്നി എനിക്ക്. പിന്നെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് നല്ല ഹാപ്പി ആയിട്ട്
ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണിത്. നമ്മളൊരു നല്ല കണി കാണാനായിട്ട് കുടത്തിലിങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. അത് കണ്ടിറങ്ങിയാൽ നല്ലതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട്. ജിത്തിനിതാ ബായൊക്കെ പറഞ്ഞ് ഞാൻ എന്താ കാറിൽ കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ.